നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പഴയ വീഡിയോ കണ്ട ഒരാൾ എന്നെ വിളിച്ചിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. പക്ഷേ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങളുടെ ഒരു അർത്ഥം എന്താണ്, എന്താണ് അർത്ഥമാക്കുന്നത്, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ, അല്ല അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് വിളിച്ച് ചോദിച്ച ആൾക്ക് വേണ്ടി മാത്രമല്ല, ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒരു പക്ഷേ അതൊന്ന് പ്രയോജനപ്പെടുമെങ്കിൽ അതൊരു വലിയ ഉപകാരമായിരിക്കുമെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ എന്താണ് പറയുന്നത്, ഞാനത് പ്രാരംഭമായിട്ടൊന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് അതിൻ്റെ സാരാംശം ഓരോ വാക്യവും എടുത്ത് അത് ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു സാവകാശമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു പൊതു സാരാംശം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. ദേഹം എന്നതോ ക്രിസ്തുവിന് ഉള്ളത്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത്. തലയാവിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ചും മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്ന അത്രേ. അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത്, ജഡ അഭിലാഷം അടക്കുന്നതാണ് പ്രയോജനമുള്ളതല്ല. നമുക്കിത് കേൾക്കുമ്പം അതും പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാകാനായിട്ട് ഒരല്പം പ്രയാസം ഒക്കെ വരും. എന്താണിത് ഉദ്ദേശിക്കുന്നത്? ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ച്, ഭാവ പെരുന്നാളുകൾ, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നു. തലയെക്കുറിച്ച് പറയുന്നു. അതാണ് സകലത്തെയും കൺട്രോൾ ചെയ്യുന്ന ശരീരത്തിൻ്റെ അതിൽ നിന്ന് ഏകീഭവിച്ചിട്ടാണ് നമ്മുടെ ഞാടി ഞരമ്പുകളും സന്ധികളെല്ലാം അതിൻ്റേതായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഇതിൽ നിന്നും ആരും നമ്മളെ ചതിക്കരുത്, നമ്മളെ വിരുദ്ധ തെറ്റിക്കൽ, നമ്മളെ ആരും വിധിക്കരുത് എന്നീ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പം ഞാൻ ഈ കൊലോസ്യർക്ക് ഈ ലേഖനം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഴുതുവാനുണ്ടായ കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്തായിരുന്നു അവിടുത്തെ ഒരു ഇഷ്യൂ, അവിടുത്തെ പ്രശ്നം എന്താണ്? ഇപ്പോൾ എഫേസ്യ ലേഖനം ക്രിസ്തുവിൻ്റെ സഭ അല്ലെങ്കിൽ അവൻ്റെ മണവാട്ടിയായിരിക്കുന്ന സഭയാണ് ചിത്രീകരിക്കുന്നെങ്കിൽ, കൊലോസ്യ ലേഖനം സഭയുടെ ക്രിസ്തുവിനെയാണ് ചിത്രീകരിക്കുന്നത്. നമ്മൾ വ്യത്യാസം ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കി കാണും. എഫേസ്യർ ശരീരത്തെ വിവരിക്കുമ്പോൾ കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് ഈ സഭയുടെ ശിരസ്സായിരിക്കുന്ന ക്രിസ്തുവിനെ ശിരസിനെയാണ് വിവരിക്കുന്നത്. കൊലോസ്യ സഭയിൽ പിൽക്കാലത്ത് ചില ദുരുപദേശങ്ങൾ ഉടലെടുത്തു. അതായത് ജ്ഞാനവാദം, നോട്ടിസിസം. ഈ നോട്ടിസിസിൽ എന്താണ്? ജ്ഞാനവാദത്തിൽ ദൈവം നന്മയാണ്, വസ്തു എന്നത് തിന്മയാണ്. ഒരുപക്ഷെ ചിലതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യം കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ ഉണ്ടാവാം. യേശുക്രിസ്തു ദൈവത്തിൻ്റെ അനേക ആവിർഭാവങ്ങളിൽ, അവതാരങ്ങളിൽ ഒന്നും ദൈവത്തെക്കാൾ താഴ്ന്ന നിലയിൽ ഉള്ളതുമാണ്. യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ മനുഷ്യത്വത്തെയും അവർ നിഷേധിച്ചു. അതുപോലെ തന്നെ ന്യായപ്രമാണത്തിൻ്റെ ആചാരങ്ങളായ ഭക്ഷണ നിയമങ്ങൾ, പെരുന്നാളുകൾ, വാവ്, ശബത്ത് എന്നിവ ആചരിക്കുന്നതിനും ദൂതന്മാരെ ആരാധിക്കുന്നതിനും ആഹ്വാനം ചെയ്തു. ഈ ദുരുദ്ദേശങ്ങളാൽ
അസ്വസ്ഥ ചിത്തരായിത്തീർന്ന, അല്ലെങ്കിൽ ഈ ദുരാശങ്ങൾ നിമിത്തം അസ്വസ്ഥ ചിത്തരായിത്തീർന്ന എപ്പഫ്രാസ് റോമിലെത്തി പൗലോസിനോട് ഈ കാര്യം ധരിപ്പിച്ച്. ഇതാണ് അവിടുത്തെ ഒരു പ്രശ്നം. എപ്പഫ്രാസ് എന്ന് പറയുന്ന അദ്ദേഹം ആൾ റോമിൽ പൗലോസിൻ്റെ അടുക്കൽ എത്തിയിട്ട് പറഞ്ഞു, നമ്മുടെ സഭയിലെ ജ്ഞാനവാദം, അതാണ് അവിടെ തത്വവാദം എന്നൊക്കെ, നിങ്ങളെ ഈ ഈ ജ്ഞാനത്തിലൂടെ നിങ്ങളെ പിന്നെ വഞ്ചിക്കരുതെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അതാണ്. അത് മാത്രമല്ല, പഴയ നിയമത്തിൻ്റെ ആചാരങ്ങളായിരുന്ന, പഴയ നിയമ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ആചാരങ്ങളായിരിക്കുന്ന ഭക്ഷണ നിയമങ്ങൾ, പെരുന്നാൾ, വാവ്, ശബത്ത്, ഇതെല്ലാം ആചരിക്കുകയും വേണം. ദൂതന്മാരെ ആരാധിക്കുകയും വേണം. ദൂതന്മാർക്ക് ഭയങ്കരമായൊരു ബഹുമാനം കൊടുക്കുന്നു. അതുമാത്രമല്ല, യേശുക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനേക ആവിർഭാവങ്ങളിൽ, അവതാരങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് തന്നെയല്ല, യഹോവയായ ദൈവത്തിൻ്റെ അത്രയും പ്രാധാന്യം യേശുക്രിസ്തുവിനില്ല. അതിനേക്കാൾ അല്പം താഴ്ന്ന നിലയിലാണ്. അപ്പം ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ അവർ നിഷേധിക്കുകയാണ്. അപ്പം ഈ ഒരു വലിയ പ്രതിസന്ധി കൂടെ പോകുമ്പോൾ ഒരുപാട് പേര് ഈ സഭയ്ക്കകത്ത് അസ്വസ്ഥരായി. അപ്പം പൗലോസിനടുക്കൽ വന്ന ഈ കാര്യം പറയുമ്പോൾ ഇതിനെക്കുറിച്ച് അവരൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പൗലോസ് ഈ ലേഖനം AD 60 താൻ റോമിൽ വെച്ച് എഴുതി ഇത് കൊടുത്തു വിടുവാനായിട്ട് കാരണമാകുന്ന കത്താണിത്. അപ്പം നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഇത് ഈ നമ്മൾ കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ പുതിയ നിയമസഭയുടെ അല്ലെങ്കിൽ അപ്പോസ്തോലിക ഉപദേശം കേട്ട് യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിച്ച് വരുന്നവരുടെ ആദ്യ സമയമാണ്, അവരുടെ ആ ആദ്യ തലമുറയുടെ ആദ്യ ദിനങ്ങളാണ് ചിന്തിക്കുന്നത്, ആദ്യ സമയങ്ങളാണ്, അല്ലെങ്കിൽ ആദ്യ നാളുകൾ, ആദ്യ സംവത്സരങ്ങളോട് അടുപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് അപക്വതകൾ, ഒരുപാട് തെറ്റായ ധാരണകൾ, ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇവരുടെ എല്ലാം മനസ്സിൽ കിടക്കുകയാണ്. കാരണം ഇവർ വന്നിരിക്കുന്ന എവിടുന്ന ദീർഘകാലമായിട്ട്, ആയിരക്കണക്കിന് വർഷമായിട്ട് യഹൂദ ന്യായപ്രമാണത്തിൽ നിന്ന് പഴയ നിയമത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ, മോശയിൽ കൂടെ യഹോവയായ ദൈവം കൊടുത്ത ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്ത ഒരു തലമുറ ഇത് രക്ഷിക്കപ്പെട്ട, അല്ലെങ്കിൽ അവരാണ് ഈ യേശുക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ കൂട്ടരാരാ? ജാതികളിൽ നിന്ന് ഈ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുന്നവരെ മിക്സ് ചെയ്ത് പോകുന്ന ഒരു ചർച്ചാണ് ഈ പുതിയ സഭ എന്ന് പറയുന്നത്. അപ്പം ജാതീയ ക്രിസ്ത്യാനികളുമുണ്ട്, യഹൂദന്മാരുടെ കൂട്ടത്തിൽ നിന്ന് യഹൂദ ക്രിസ്ത്യാനികളുമുണ്ട്. ഈ സഭയ്ക്കകത്ത് രണ്ട് കൂട്ടരുമുണ്ട്. അപ്പം ഈ ഇവിടെ സംഭവിച്ചത് നമുക്കറിയാം, ഈ ആദിമസഭയിലൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തർക്കങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി, അതായത് സഭയുടെ ചരിത്രമാണല്ലോ, ആദ്യകാല ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്നത്. 15-ാം അധ്യായത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവിടെ രൂക്ഷമായ തർക്കങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് അവിടുത്തെ പ്രശ്നം? അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുകയാണ്. യഹൂദയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാൻ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ലെന്ന് സഹോദരന്മാർ ഉപദേശിച്ചു. നോക്കിക്കേ, ഇവർ യേശുക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ച് കർത്താവിനെ ആരാധിച്ച് മുന്നോട്ട് വരുന്ന സഭയുടെ ഈ യഹൂദ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് യഹൂദയിൽ നിന്ന് ഒരു കൂട്ടം സഹോദരന്മാർ വന്നു എന്ന് പറഞ്ഞാൽ അന്ത്യോക്യയിൽ നിന്ന് ഇവർ വന്നുവെച്ച് ഇവർ അവിടെ പറയുവാണ്, കാര്യമൊക്കെ ശരിയാ, നമ്മൾ കർത്താവിനെ രക്ഷിതാവായിട്ട് അംഗീകരിച്ച് നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നൊക്കെയുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ പണ്ട് ഏറ്റുനിന്ന പരിച്ഛേദന അത് ഏൽക്കാൻ രക്ഷ പ്രാപിപ്പാൻ കഴിയത്തില്ല. സഭയിലൊക്കെ ഇപ്പോൾ കേസിനാവശ്യം, പക്ഷേ യഹൂദർക്ക് തന്നിട്ടുള്ള ആ വലിയ ന്യായപ്രമാണത്തിൻ്റെ നമുക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത പരിച്ഛേദന, 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കണമെന്നുള്ളത് അലംഘനീയമായ നിയമമാണ്. അപ്പോൾ അത് ഏൽക്കാഞ്ഞാൽ നമ്മൾ രക്ഷ പ്രാപിപ്പാൻ നമുക്ക് കഴിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വായിക്കുന്ന പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായി. അതുകൊണ്ട് 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ പരീക്ഷപക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പിക്കാൻ കൽപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞു. എന്താ ഇവിടെ പ്രശ്നം? ഈ പരീക്ഷപക്ഷത്തിൽ പരീക്ഷന്മാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആഴ്ച 2 ദിവസം ഉപവസിക്കുകയും വലിയ നീണ്ട പ്രാർത്ഥന കഴിക്കുകയും കിട്ടുന്ന എല്ലാം പതാരം കൊടുത്ത് ഏറ്റവും ആ കൂടുതൽ ആത്മീയമായിട്ട് തീവ്രത നിൽക്കുന്ന ഒരു കൂട്ടരാണ്. അതായത് ആചാരാനുഷ്ഠാനങ്ങളൊന്നും വിടത്തില്ല. അവർ പറഞ്ഞു, അപ്പം പരീക്ഷപക്ഷത്തിൽ നിന്ന് കുറച്ച് പേർ എഴുന്നേറ്റ് പറഞ്ഞു, ഇവരെ യഹൂദ നിയമം അനുസരിക്കാനായിട്ട് അവരെ നമ്മൾ സമ്മതിപ്പിക്കണം, അനുസരിച്ചേ പറ്റത്തുള്ളൂ, പരിച്ഛേദന ഏറ്റവും വെക്കത്തുള്ളൂ. ഇഷ്യൂ ആയി.
തർക്കമായി, പ്രശ്നമായി. അവസാനം യെരുശലേമിൽ ഒരു സമിതി ഉണ്ടായി. നമുക്കറിയാമല്ലോ, ഈ നിത്യ വിശ്വാസ പ്രമാണം ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ സമുദായ സഭകളിലെ ഏതൊരു സമുദായ സഭകളിലും ഏത് പ്രാർത്ഥനയിലും ഏത് അതിപ്പം ഞായറാഴ്ച കുർബാനയാകട്ടെ, ഭവനപ്രാർത്ഥനയാകട്ടെ, വിവാഹമാകട്ടെ, മരണമാകട്ടെ, ഏതൊരു ചടങ്ങിലും ഈ വിശ്വാസ പ്രമാണം ഏറ്റു ചൊല്ലാതെ ഒരു പ്രാർത്ഥന അവസാനിപ്പിക്കത്തില്ല. ഇതെന്ന് തുടങ്ങിയതാ. AD 400-കളിൽ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായി ചർച്ചിൻ്റെ അകത്ത്. അതായത് അന്നത്തെ 2 സഭാപിതാക്കന്മാർ ഒരാൾ പറഞ്ഞു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തുല്യമാണ്, ഒന്നിൻ്റെ 3 ഭാവങ്ങളാണ്. തൃത്വം എന്ന് പറയുന്നത് അവർക്ക് തുല്യ പദവിയാണ്. അതിൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തത്വത്തിൽ ഒന്നാണെന്ന് ഒരു സഭാപിതാവ് പറയുകയാണ്. അരിയൂസ് എന്ന് പറയുന്ന മറ്റൊരു സഭാപിതാവ് അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, പിതാവിനാണ് ഏറ്റവും ഉയർന്ന സ്ഥാനം, അതിന് തൊട്ട് താഴത്തെ സ്ഥാനമാണ് പുത്രന്, അതിലല്പം കൂടെ ഗ്രേഡ് കുറവാണ് പരിശുദ്ധാത്മാവിന്. അപ്പം ഈ 2 പേര് തമ്മിൽ ഭയങ്കരമായ തർക്കമുണ്ടായി. അപ്പോൾ ഇവർ തർക്കമുണ്ടായ സമയത്ത് ഇത് പരിഹരിക്കാൻ വേണ്ടി നിക്യ എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നൈഷ്യൻ ക്രീഡ് ഉണ്ടായി, അല്ലെങ്കിൽ നിക്യ എന്ന് പറയുന്ന സ്ഥലത്ത് സഭാപിതാക്കന്മാരെല്ലാം കൂടി. അപ്പം അലക്സാണ്ടർ എന്ന് പറയുന്ന സഭാപിതാവാണെന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്. അരിയൂസ് എന്ന് പറയുന്ന സഭാപിതാവ് എന്ന് പറയുന്നത് അല്ല, ഇതിന് 3 ഗ്രേഡിലാണ് നിൽക്കുന്നത്. പിതാവിന് അത്രയും വരത്തില്ല പുത്രൻ്റെ അത്രയും വരത്തില്ല പരിശുദ്ധാത്മാവ്. അപ്പം ഇതിനെക്കുറിച്ച് ഭയങ്കര വാദഗതികൾ ഉണ്ടായ ശേഷം അലക്സാണ്ടറിൻ്റെ വാദഗതിയാണ് അവിടെ വിജയിച്ചത്, അല്ലെങ്കിൽ ജയിച്ചത്. അതാണ് തൃത്വം എന്ന് പറഞ്ഞാൽ ഇത് 3 തത്വത്തിലൊന്നാണ്. അപ്പം അന്ന് തൊട്ട് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്നും വർഷം 2000-തോടടുത്തിട്ടും ഈ നിക്യ വിശ്വാസപ്രമാണം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസപ്രമാണം ഇന്നും ഏറ്റു ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ഓരോ പ്രാർത്ഥനയിലും. കൂനംകുരിശ് സത്യത്തിൻ്റെ പ്രശ്നം എന്തുവാ? കൂനംകുരിശ് സത്യം റോമൻ കത്തോലിക്ക സഭയിൽ പിന്നീടുണ്ടായ പല ദുരുപദേശങ്ങൾ, വിശുദ്ധന്മാരെ വാഴിക്കാൻ തുടങ്ങി, വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കണം, കന്യാമറിയത്തോട് പ്രാർത്ഥിക്കണം, സഭാപിതാക്കന്മാർ അവർ മധ്യസ്ഥ ചെയ്യുന്നു മുതലായ പഠിപ്പിക്കലുകൾ ഒരുപാട് പിന്നെ എന്താ പറയുന്നത്, സഭാപിതാക്കന്മാരുടെ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ എല്ലാം വിഗ്രഹങ്ങളുണ്ടാക്കി ഈ പള്ളികളിലെല്ലാം സ്ഥാപിക്കാൻ തുടങ്ങി. അപ്പം ഇതിനെ തിരിച്ചറിഞ്ഞ് ഒരു കൂട്ടം ജോർജ് ഡീക്കൻ എന്ന് പറഞ്ഞ ഒരു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആൾക്കാർ ഒരു കുരിശാല എല്ലാവരും കൂടി പിടിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ഒരുപാട് കയറ് വലിച്ചു കെട്ടിട്ട് അതിലെല്ലാവരും കൂടെ പിടിച്ചു. ഇത് ചാഞ്ഞുപോയി. അങ്ങനെയാണ് അവർ പറഞ്ഞു, ഈ ഹിന്ദുവിൽ പോയാലും ഞങ്ങൾ ഇനി റോമയിൽ പോകത്തില്ല എന്ന് പറഞ്ഞാൽ അത് അവർ ദുരുദ്ദേശത്തിലേക്ക് നീങ്ങിയാണ്. അപ്പോൾ അതിൽ നിന്നും ഒരു കൂട്ടം ആൾക്കാർ വിട്ടു പോകുന്നതാണ് പിന്നീടുണ്ടാകുന്ന ഓർത്തഡോക്സ് സംരംഭമൊക്കെ സഭകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ജോർജ് ഡീക്കൻ്റെ നേതൃത്വത്തിൽ. അപ്പം കാലാകാലം ഞാൻ പറഞ്ഞതിൻ്റെ എല്ലാം താല്പര്യം, കാലാകാലങ്ങളിൽ ആദ്യ നൂറ്റാണ്ട് മുതൽ സഭയ്ക്കകത്ത് അനേക വിധത്തിലുള്ളതായ ഈ ഉപദേശങ്ങൾ സംബന്ധിച്ച ദുരുപദേശ ചിന്തകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സഭാപിതാക്കന്മാർ സമ്മേളിക്കുകയും അത് പഠിക്കുകയും ചർച്ച ചെയ്യുകയും സഭയെ നേരായി നടത്താൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഉള്ള ചില സംഭവങ്ങളാണ് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്. ഇവിടെ ഇത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം കൊലോസിൽ സഭയ്ക്ക് എപ്പഫ്രാസിൻ്റെ കയ്യിൽ കത്ത് കൊടുത്തു വിടുകയാണ്. അവിടുത്തെ ഇഷ്യൂ മനസ്സിലാക്കി. അതായത് ഇവർ പറയാണ്, ശബത്തെ ഭാവ ദൂതന്മാരെ ആരാധിക്കുന്ന കാര്യം, അതായത് പഴയ നിയമ ന്യായപ്രമാണത്തിൽ പറഞ്ഞ ഭക്ഷണത്തിൻ്റെ ഇന്നതേ കഴിക്കാവുള്ളൂ, പിന്നെ ഇന്ന മീനെ കഴിക്കാവുള്ളൂ, ഇന്നതേ കഴിക്കാവുള്ളൂ, ഇന്നതേ കഴിക്കാൻ പാടില്ല, അത് ഇങ്ങനെ കഴിക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആചരിക്കണം. ഇനിയും രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ജാതീയ ആളുകളിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്നവരുമുണ്ട്. യഹൂദ ക്രിസ്ത്യാനികളോട് ഒരുമിച്ചൊരു ചർച്ചിലാണ് കർത്താവിനെ ആരാധിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് കുറച്ചൊരു കാര്യമുണ്ട്. അതെന്നാ ചോദിച്ചാൽ, ഈ യഹൂദ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അവന് പ്രധാനപ്പെട്ട 2 തരത്തിലുള്ള നിയമങ്ങളാണ്. ഒന്ന് ധാർമ്മിക നിയമങ്ങൾ, എത്തിക്കൽ ലോസ് എന്ന് പറയും. രണ്ടാമത് സെറമോണിയൽ ലോസ്, ആചാരപരമായ നിയമങ്ങൾ. അപ്പോൾ ഈ ആചാരപരമായ നിയമത്തിൻ്റെ അകത്താണ് അതായത് യാഗം, ശുദ്ധീകരണം, ആചാരങ്ങൾ, യഹൂദ പെരുന്നാളുകൾ, ഇതെല്ലാം ആചാരപരമായ സെറമോണിയൽ ലോസിൻ്റെ അകത്ത് വരുന്നതാണ്. എത്തിക്കൽ ലോസിൻ്റെ അകത്ത് ധാർമ്മികമായി നമ്മൾ ചെയ്യേണ്ട, അതായത് 10 കൽപ്പനകളെല്ലാം ഈ എത്തിക്കൽ ലോസിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പോൾ ഈ 10 കൽപ്പനയ്ക്കകത്തൊരു കൽപ്പനയാണ് വ്യഭിചാരം ചെയ്യരുത്. അപ്പം ഇത് ജാതികളെ സംബന്ധിച്ചോളം
അവർക്ക് അതൊരു വലിയ പാപമൊന്നുമല്ല. അപ്പം അധാർമികമായിട്ട് അവർക്കിഷ്ടമുള്ള സമയത്ത് അവരെ പിന്നെ ആ രീതിയിൽ അധാർമികമായിട്ട് സെക്സിൽ വളരെ അധികം പാപം ചെയ്ത് ജീവിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. ഞാനിപ്പോൾ അങ്ങനെ പറയുമ്പം അത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഈ ദേവദാസി സിസ്റ്റമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതായത് എന്താണ് ഈ ദേവദാസി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അതായത് ഈ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി കുറേ പേര് ഡെഡിക്കേറ്റഡ് ആയിട്ട് അങ്ങ് അമ്പലങ്ങൾ ആയിരക്കണക്കിന് ദേവദാസിമാരെ ഈ ടെമ്പിളിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. അവിടെ നിന്നിട്ട് ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് ആ ഒരു രീതിയിലാണ് ഇവർ ജീവിക്കുന്നത്. അതായത് അതിലൂടെ ഇപ്പോൾ ഓഷോ റെനീഷിൻ്റെയൊക്കെ സിദ്ധാന്തമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞ കണക്ക് ഈ ദേവദാസി സിസ്റ്റമൊക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടം കൊരിന്ത് കണക്കുള്ള വ്യവസായ പട്ടണങ്ങളിലൊക്കെ വളരെ മോശമായ രീതിയിൽ ജനം ജീവിക്കുന്നൊരു കാലഘട്ടം. അപ്പോൾ ആ ജാതി പശ്ചാത്തലത്തിൽ നിന്നും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക്, സുവിശേഷം കേട്ട് ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വന്ന ഈ ജാതീയ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് അവർക്കിതൊരു പാവമായിട്ട് തോന്നാറില്ല. അവർക്ക് ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അതായത് വിവാഹേതര ബന്ധങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിനപ്പുറത്തുള്ള നടക്കുന്ന ലൈംഗിക വേഴ്ചകൾ, ഈ ബന്ധങ്ങളിലൊക്കെ അവർ അതിനെ തെറ്റായിട്ട് അവർക്ക് മനസ്സിലാക്കുന്നില്ല. അപ്പം ഇവരെന്തിനാണ് ഇവരോട് പറയുന്നത്? ഇവർ യഹൂദ ന്യായപ്രമാണം ആചരിക്കണം, ഇവർ മോശയുടെ ന്യായപ്രമാണം ആചരിക്കണം, ഇവരെ മോശയുടെ ന്യായപ്രമാണത്തിൽ എത്തിക്കൽ ലോസ് ഇവർ ആചരിക്കണം, സെറമോണൽ ലോസ് ആചരിക്കണം പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലായി നമുക്കിത് വലിയ പാവമാണ്, അങ്ങനെ ചെയ്യുന്നത് കല്ലെറിഞ്ഞ് കൊല്ലുന്നത് വലിയ പാവമാണ്, ശിക്ഷാവിധി ഇവർക്കറിയാം, തെറ്റാണ് കർത്താവ് പഠിപ്പിച്ചത്. യഹൂദനറിയാം, അവൻ ആ പശ്ചാത്തലത്തിൽ നിന്ന് വന്നതാണ്. പക്ഷെ മറ്റവർക്കത് പാവമല്ല, അവർക്കത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അവനെ സംബന്ധിച്ചോളം അവനെ അത് കുറ്റബോധം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇവൻ പരിച്ഛേദന ഏറ്റ് മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാൻ തുടങ്ങിയാൽ സഭയ്ക്ക് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇവൻ പേർദോഷം വരുത്താതെ കുറച്ച് മര്യാദയ്ക്ക് നടക്കും. അപ്പം ഈ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങ് ചുരുക്കമായിട്ട് പറഞ്ഞ് ഇതിൽ ഓരോ വാക്യം എടുത്ത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇവിടെ പൗലോസ് ഈ എപ്പഫ്രാസിൻ്റെ കയ്യിൽ കത്ത് കൊടുത്ത് വിട്ട് പറയുന്നത് സഭയെ വായിക്കണം. അവിടുത്തെ പ്രശ്നം വന്ന് പറയുകയാണ്. അവിടുത്തെ പ്രശ്നങ്ങളാണ് ന്യായപ്രമാണത്തിൻ്റെ ആചാരങ്ങളായ ഭക്ഷണ നിയമങ്ങൾ, പെരുന്നാളുകൾ, ശബത്ത് ആചരിക്കണം, ദൂതന്മാരെ ആരാധിക്കണം. അതുകൊണ്ടൊക്കെ ഇതെല്ലാം കേട്ട് അസ്വസ്ഥ ചിത്തരായി തീർന്ന ഒരു ആൾക്കാരാണ് എപ്പഫ്രാസാണ് റോമിൽ വന്ന് കൊലോസിനെ കാര്യം ഗ്രഹിപ്പിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം ഇതാണ് കൊലോസ് സഭയിൽ. അപ്പം അതിനാണ് താൻ ഈ കത്ത് എഴുതിയിട്ട് പറയുന്നത്, നമ്മൾ ക്രിസ്തു ഈ സഭയുടെ ശിരസ്സായിരിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ മുറുകെ പിടിക്കണം. അദ്ദേഹം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യപാഠം സംബന്ധിച്ച് മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പഴയ ആചാരങ്ങളിൽ നിന്ന്, അതാണ് ഈ ഇന്നത്തെ എഴുതിയിരിക്കുന്നത്, ഹാവിങ് ക്യാൻസൽ ദ റിട്ടൺ കോഡ് ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങളാണ്, ഉപദേശങ്ങളാണ്. ന്യായപ്രമാണത്തിൻ്റെ ഈ 618 നിയമങ്ങൾ ഉൾപ്പെടെയുള്ള ന്യായപ്രമാണത്തിൻ്റെ സകല റിട്ടൺ കോഡും കർത്താവ് ക്യാൻസൽ ചെയ്തു. ആൻഡ് ഇറ്റ്സ് റെഗുലേഷൻസ്. എന്നിട്ട് നമുക്കെതിരെ തെറ്റാണ്, അത് തൊട്ടു രുചിക്കരുത്, പിടിക്കരുതെല്ലാം തെറ്റാണ്, ആ വഴി പോകുന്ന, അങ്ങോട്ട് നോക്കുന്ന, കന്യകയെ നോക്കുന്ന, ഈ ന്യായപ്രമാണത്തിന് അരുതെന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം യേശു ക്രിസ്തുവിനോടുകൂടി വിശ്വസ്തരോടുകൂടി നമ്മൾ മറ്റൊരു വിശ്വാസത്തിലേക്ക് വരികയാണ്. ഇതെല്ലാം കർത്താവ് എന്ത് ചെയ്തു? ഹാവിങ് ക്യാൻസൽ ദ റിട്ടൺ കോഡ് വിത്ത് ഇറ്റ്സ് റെഗുലേഷൻസ്. അതിൻ്റെ എല്ലാവിധമായ കാര്യങ്ങളും കർത്താവ് ക്യാൻസൽ ചെയ്തുകൊണ്ട് അതിനെ ക്രൂശുമേൽ തറച്ച് നമുക്ക് അതിന്മേൽ ജയം തന്നിട്ട് നമ്മളെ മറ്റൊരു വിശ്വാസത്തിലേക്ക്, രക്ഷയ്ക്ക് വേണ്ടി അവർ പറഞ്ഞു, രക്ഷയ്ക്ക് എന്നോ ചെയ്താലും എങ്ങനെ പ്രാർത്ഥിച്ചാലും ആരാധിച്ചാലും രക്ഷ വേണമെങ്കിൽ പരിശോധന ചെയ്തേ ഒക്കത്തുള്ളൂ. നമുക്കറിയാം, അത് പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന അലംഘനീയമായൊരു നിയമമായിരുന്നു. അപ്പം ഇതെല്ലാം ഉപയോഗദാശം, ഇതിൻ്റെ എല്ലാം പൂർത്തീകരണം യേശുക്രിസ്തുവിൽ വന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം വരുവാനിരുന്നവയുടെ നിഴലത്രേ. അതായത് ആരെ വരുവാനിരുന്നവൻ? യേശുക്രിസ്തു വന്നുകൊണ്ട് നിഴൽ അങ്ങ് പോയി, യഥാർത്ഥ വെളിച്ചം വന്നു, ക്രിസ്തു എന്ന വെളിച്ചം വന്നു. അപ്പം ഈ നിഴലിന് ഇനി പ്രാധാന്യമില്ല. നിഴലെ ക്രിസ്തു എന്ന വെളിച്ചത്തിലൂടെ നിഴലില്ലാതായി. നമ്മളെ ക്രിസ്തു എന്ന പൊരുളിലേക്ക് നമ്മൾ വന്നു. അതാണ് ശിരസ്, തല. ആ തലയെ മുറുകെ പിടിച്ചിട്ട് അത് നമ്മുടെ സന്ധി, മജ്ജ, നാഡി, ഞരമ്പുകളിനെ ഏകോപിപ്പിച്ച് എങ്ങനെ നമ്മൾ നടക്കുന്നുവോ ആ ക്രിസ്തുവിനെ അനുസരിച്ച്, യേശുക്രിസ്തുവിനെ അനുസരിച്ച്, രക്ഷയുടെ കാതലായ, രക്ഷയുടെ ഏക വഴിയായിരിക്കുന്ന യേശുക്രിസ്തുവിനെ അനുസരിച്ച് ആ തലയെ മുറുകെ പിടിച്ച് നമ്മൾ മുൻപോട്ട് ജീവിക്കണം. ബാക്കി എല്ലാ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നും
ഈ യഹൂദാചാരമാകട്ടെ, ജാതിയുടെ ആചാരമാകട്ടെ, അതിൽ നിന്നെല്ലാം നമ്മൾ പുറത്തു വന്ന് രക്ഷയ്ക്ക് യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ഏക കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നൊരു കത്താണ്. ഞാൻ ഈ പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായി എന്ന് ചിന്തിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാകണമെന്ന് താല്പര്യം പറഞ്ഞാൽ ദയവായിട്ട് കമൻ്റ് ഇട്ടാൽ മതി. 2-3 പാർട്ടായിട്ട് ഞാനത് വിശദമായിട്ട് ചെയ്യുന്നതായിരിക്കും. എങ്കിലും മനസ്സിലായി എന്ന് ചിന്തിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.